ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നാം ഇപ്പോൾ ശ്ലീഹാ നോമ്പിൻ്റെ 4-ാം ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്ലീഹാ നോമ്പ് എന്താണ്, എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഈ ധ്യാനത്തിലൂടെ അന്വേഷിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചില പ്രേക്ഷകരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ നമ്മൾ ഒരുമിച്ച് അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സഭയിലെ സ്ഥാനം എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഞാൻ ഒരു എപ്പിസോഡ് പ്രത്യേകമായിട്ട് ഈ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ പറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആൻസർ ആ എപ്പിസോഡിൽ പറഞ്ഞുകൊള്ളാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനങ്ങളിലൊക്കെ നിങ്ങളോട് സംവദിച്ചതുപോലെ ഇത് ശ്ലീഹാ നോമ്പ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നോമ്പാണ്. പരിശുദ്ധാത്മ ശാക്തീകരണത്തിനു വേണ്ടി ശ്ലീഹന്മാർ ആരംഭിച്ച നോയമ്പാണ്. എന്നാൽ ആദിമ സഭയിൽ ശ്ലീഹന്മാർ ആരംഭിച്ച ആ നോയമ്പ് 2-3 നൂറ്റാണ്ടുകൾ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സഭയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നിവർത്തിക്കുവാൻ പോകുമ്പോൾ, ഒരു പ്രത്യേക നിയോഗത്തിനായി മനുഷ്യരെ ഒരുക്കുമ്പോൾ, അപ്പോഴൊക്കെയാണ് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്, അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നോയമ്പ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിനത്തോട് അനുബന്ധിച്ച് അവസാനിക്കത്തക്കൊണ്ട് ഒരു ക്രമീകരണം ഉണ്ടാകുന്നത്. അത് AD 258 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് ഈ നോയമ്പ്, അതായത് പെന്തിക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി അനുഷ്ഠിച്ചിരുന്ന ഈ നോമ്പ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ചരമദിനത്തോടനുബന്ധിച്ച് അവസാനിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത്. നമ്മൾ സഭാചരിത്രത്തിൽ പലയിടത്തും ഈ നോമ്പിനെ പറ്റി കാണുന്നുണ്ട്. ഈ ശ്ലീഹാ നോമ്പെന്ന് പറഞ്ഞ അടുത്ത കാലത്തും ഉണ്ടായതല്ല. അതിന് ശ്ലീഹന്മാരുടെ കാലം മുതലുള്ള പാരമ്പര്യവും ചരിത്രവും ഉണ്ട്. ഞാൻ പറഞ്ഞു AD 258 ഇത് ശ്ലീഹന്മാരുടെ ചരമദിനത്തോടനുബന്ധിച്ച് ഇത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ഈ നോയമ്പിനെ പറ്റി കൃത്യമായി നമുക്കൊരു രേഖ ലഭിക്കുന്നത് നിക്യാ സുനോദോസിലാണ്. നിക്യാ സുനോദോസിൽ ഈ നോമ്പ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. AD 325 നടക്കുന്ന നിക്യാ സുനോദോസിൽ വെച്ച് ഇത് ഫീസ്റ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്നുള്ള രീതിയിൽ, ഇത് അപ്പോസ്തലന്മാരുടെ നോയമ്പ് എന്നുള്ള രീതിയിൽ അതിനെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്, ആ രേഖകളിലുണ്ട്. എന്നാൽ ഇതേപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് വായിക്കുന്നത് സെന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ, അലക്സാന്ദ്രിയയിലെ മഹാനായ മാർ അത്താനാസിയോസ്, അല്ലെങ്കിൽ നിക്യാ സുനോദോസിലെ ഹീറോ എന്നറിയപ്പെടുന്ന മാർ അത്താനാസിയോസ് ആണ് ഈ നോയമ്പിനെ പറ്റി വിശദമായിട്ട് എഴുതുന്നത്. അദ്ദേഹം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മകനായ കോൺസ്റ്റാൻസ് ചക്രവർത്തിക്ക് എഴുതുന്ന ഒരു എഴുത്തുണ്ട്. AD 373 അദ്ദേഹം കോൺസ്റ്റാൻസ് എന്ന ചക്രവർത്തിക്ക് എഴുതുന്ന എഴുത്തിൽ ഇങ്ങനെ എഴുതുകയാണ്. ആ എഴുത്തിലെ പ്രധാന ചിന്താവിഷയം, അതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് അറിയോസിൻ്റെ ആളുകൾ നടത്തുന്ന പേർസിക്യൂഷനെ സംബന്ധിച്ചാണ്. സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ലെറ്റർ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം കൈകാര്യം ചെയ്യുന്നത്. ആ ലെറ്ററിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: During the week following Pentecost, the people who observed fast went out to the cemetery to pray. പെന്തിക്കോസ്തിക്ക് ശേഷം ഉള്ള ആഴ്ചയിൽ ആരംഭിക്കുന്ന നോയമ്പിൽ എന്ത് ചെയ്യുന്നു? പീപ്പിൾ ഹു ഒബ്സർവ്ഡ് ഫാസ്റ്റ്, അവർ ഉപവാസം അനുഷ്ഠിക്കുകയും അവർ സെമിത്തേരികളിലേക്ക് പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ശ്ലീഹാ നോമ്പിനെ പറ്റിയുള്ള മാർ അത്താനാസിയോസിൻ്റെ ഒരു പ്രതിപാദനമാണ്. പിന്നെ വേറൊരു പിതാവ് ഇതേപ്പറ്റി എഴുതിയിട്ടുള്ളത് AD 397 സെന്റ് അംബ്രോസ് ഓഫ് മിലാൻ, മിലാനിലെ വിശുദ്ധ അംബ്രോസ്
അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: വി ഡു നോട്ട് ഫാസ്റ്റ് ഡ്യൂറിങ് ദ സീസൺ ഓഫ് പെന്റിക്കോസ്റ്റ്. പെന്തിക്കോസ്തി സീസണിൽ നമ്മൾ ഉപവസിക്കുന്നില്ല, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നില്ല. പെന്തിക്കോസ്തി ദിനങ്ങളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുമ്പിടുന്നുമില്ല, പ്രണമിക്കാറിൽ അർത്ഥനയിൽ നമ്മൾ പാടുന്നുണ്ട്. അതുകൊണ്ട് ഉയിർപ്പ് മുതൽ പെന്തിക്കോസ്തി വരെയുള്ള സമയങ്ങളിൽ നമുക്ക് നോയമ്പില്ല. വി ഡു നോട്ട് ഫാസ്റ്റ് ഡ്യൂറിങ് ദ സീസൺ ഓഫ് പെന്തിക്കോസ്റ്റ് സിൻസ് അവർ ലോർഡ് ഹിംസെൽഫ് വാസ് പ്രസന്റ് എമംഗ്സ്റ്റ് us. എന്തുകൊണ്ടാണ് നോമ്പ് അന്നേരം നോക്കാത്തത്? നമ്മുടെ കർത്താവ് ആ സമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വർഗാരോഹണം വരെയുള്ള സമയം കർത്താവ് ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. On the days following the ascension into heaven, however, we again fast. സ്വർഗാരോഹണത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാസ്റ്റിംഗ് ആരംഭിക്കുന്നു. അപ്പോൾ ഈ ശ്ലീഹ നോമ്പ് എന്ന് പറയുന്ന നോയമ്പിൻ്റെ ഒരു പ്രതിപാദനം അല്ലെങ്കിൽ ഒരു റെഫറൻസാണ് നമ്മളിവിടെ കാണുന്നത്. പെന്തിക്കോസ്തിക്ക് ശേഷം ഈ നോയമ്പ് വീണ്ടും ആരംഭിക്കുന്നതായിട്ടാണ് പറയുന്നത്. 4-ാം നൂറ്റാണ്ടിൽ യാത്ര ചെയ്തിരുന്ന ഒരു തീർത്ഥയാത്രകൻ, എഗേറിയ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓൺ ദ ഡേ ഫോളോയിങ് പെന്തിക്കോസ്റ്റ് എ പീരിയഡ് ഓഫ് ഫാസ്റ്റിംഗ് ബിഗാൻ. പെന്തിക്കോസ്തിക്ക് തൊട്ടു പിന്നാലെ ഫാസ്റ്റിംഗ് ആരംഭിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തി വരെയുള്ള സമയത്ത് ഫാസ്റ്റിംഗ് ഇല്ല, അതിനുശേഷം ഫാസ്റ്റിംഗ് ഉണ്ട് എന്നാണ്. എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ശ്ലീഹ നോമ്പ്? ഇപ്പം നമ്മൾ നോക്കുന്ന രീതിയിൽ തന്നെ 13 ദിവസം ആയിക്കൊള്ളട്ടെ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 23, 40 എത്രയേലും ദിവസം ആയിക്കോട്ടെ, ഈ ദിവസത്തിൻ്റെ വേരിയേഷൻ പറഞ്ഞത് ഈസ്റ്റർ ഡേറ്റ് മാറുന്നതനുസരിച്ച് ഈ ശ്ലീഹ നോമ്പിൻ്റെ ആ ദൈർഘ്യവും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് 13 ആയിരിക്കും, ചിലപ്പോൾ 20 ആയിരിക്കും, 30 ആവാം, അല്ലെങ്കിൽ 8 ആവാം, ഇങ്ങനെ പലതരത്തിൽ മാറാം. എന്നാൽ ഈ ശ്ലീഹ നോമ്പ് എന്തിനാണ് നോൽക്കുന്നത് എന്ന് പറഞ്ഞു വരുമ്പോൾ, ഒന്നാമത് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ നോമ്പ് നോക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ when we remember the apostles, we try to emulate their example. ശ്ലീഹന്മാരെ ഓർക്കുമ്പോൾ അവരുടെ മാതൃക പിന്തുടരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്ലീഹന്മാരെ ഓർക്കുന്നുണ്ട്, അത് നമ്മുടെ പാരമ്പര്യമാണ്, അത് കൊള്ളാം. എന്തിനാണ്? ആ ശ്ലീഹന്മാരിൽ വിളങ്ങിയിരുന്ന, നിറഞ്ഞു നിന്നിരുന്ന ആത്മീയ ചൈതന്യം, അവരുടെ ജീവിത ഉദാഹരണം നമ്മിലേക്ക് എങ്ങനെ നമുക്ക് സ്വാംശീകരിക്കുവാൻ സാധിക്കും എന്ന് നോക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ശ്ലീഹ നോമ്പ് നോക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. We want to imitate and emulate the example of apostles. രണ്ടാമത്തെ കാര്യം, പ്യൂരിഫിക്കേഷൻ ആഫ്റ്റർ ഫീസ്റ്റിംഗ്. പെന്തിക്കോസ്തി വരെ ഞാൻ പറഞ്ഞല്ലോ, പെന്തിക്കോസ്തി വരെ നോയമ്പില്ല. പെന്തിക്കോസ്തി ഒരു വലിയ പെരുന്നാളാണ്, ഒരു ഫീസ്റ്റിംഗ് ആണ് നടക്കുന്നത്. പെന്തിക്കോസ്റ്റ് ഈസ് എ ഗ്രേറ്റ് ഫീസ്റ്റ്. അപ്പോൾ ഫീസ്റ്റിങ്ങിന് ശേഷം നടക്കേണ്ട ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് ഈ നോയമ്പ് നോക്കുന്നത്. അതുകൊണ്ട് അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന AD 375 എഴുതിയ ആ അപ്പോസ്തോലന്മാരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ പറയുന്നത് എങ്ങനെയാണ്: ജസ്റ്റിസ് ഡിമാൻഡ്സ് റിജോയ്സിങ് ആഫ്റ്റർ ദ റിസെപ്ഷൻ ഓഫ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ് ആൻഡ് ഫാസ്റ്റിംഗ് ആഫ്റ്റർ ദി ബോഡി ഹാസ് ബീൻ റിഫ്രഷ്ഡ്. ഈ 50 ദിവസത്തോളം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാതെ ഇരുന്നിട്ട്, ആ നോമ്പിൻ്റെ അനുഭവങ്ങളിലെങ്ങും പോകാതിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 50 ദിവസം കഴിയുമ്പോൾ വി ഫാസ്റ്റ് ആഫ്റ്റർ ദ ബോഡി ഹാസ് ബീൻ റിഫ്രഷ്ഡ്. ബോഡിയുടെ റിഫ്രഷ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി സ്റ്റാർട്ട് ഫാസ്റ്റിംഗ്. ഇത് എഴുതിയിരിക്കുന്നത് 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അപ്പോസ്തലന്മാരുടെ നോമ്പ് എന്ന് നാം വിളിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ നോയമ്പ്, അത് വളരെയേറെ പഴക്കമുള്ളതാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ ശ്ലീഹന്മാരനുഷ്ഠിച്ച് തലമുറ കൈമാറി ഇപ്പോൾ നമ്മുടെ കാലത്ത് വരെ എത്തി നിൽക്കുന്ന നോയമ്പാണ്. ഇതിൽ നമുക്ക് നിശ്ചയമായിട്ടും നമ്മുടെ മുമ്പാകെ പോയ പിതാക്കന്മാരുടെ, ചരിത്രത്തിലുണ്ടായിരുന്ന തേജോമയന്മാരായ പിതാക്കന്മാരുടെ ഉദാഹരണങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാം. ആ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഉപദേശത്തിൽ അതിൻ പ്രകാരം
ഈ നോയമ്പിനെ കൈകാര്യം ചെയ്യുവാനും ഇതിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് തയ്യാറാവാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.